വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മള് കെലോണിക്ക് പോവാണ്. ഇപ്പൊ എത്ര സമയം? ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ 1 മണിക്കൂർ ലേറ്റായി, 9 മണിയായി. അപ്പൊ ദാ സാരഥി, ടിന, പിന്നെ ഫ്രണ്ടിലത്തെ വണ്ടിയില് യു-ഹോളില് തരുൺ ചേട്ടനും നവീൻ ബ്രോയും ഉണ്ട്. അപ്പൊ ഒരു 6-7 മണിക്കൂറുണ്ട്. 6 മണിക്കൂർ 35 മിനിറ്റ്, 7 മണിക്കൂർ. അപ്പൊ നമ്മളിങ്ങനെ മാറി ഓടിക്കാം എന്നുള്ള ഇതിലാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മെയ് 2 രാവിലെ 7:30 ആയപ്പോൾ തന്നെ നമ്മൾ മനോജേട്ടൻ്റെയും അപർണ ചേച്ചിയുടെയും വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നത്. അപ്പോൾ ആ ചേച്ചിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ നമുക്ക് ടിനയുടെയും നവീൻ ബ്രോയുടെയും വീട്ടിൽ പോകണം. അവിടെ നിന്ന് അവരെ പിക്ക് ചെയ്ത് വന്ന് ട്രക്ക് എടുത്ത് വേണം നമുക്ക് കെലോണിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ടിന സ്റ്റൈലിലൊക്കെ ഹായ് ഗായ്സ്. അപ്പൊ ഞങ്ങളിതാ ഇവിടുന്ന് കെലോണിക്ക് യാത്ര തിരികെയാണ്. എന്ത് തോന്നുന്നു മിസ്? കെലോണിക്ക് ഫ്ലൈറ്റ് പിടിച്ച് വരുന്നതായിരിക്കും. വരണം. പിന്നെ ഞങ്ങൾ വരുമ്പോ ഇവിടുത്തെ റൂം ഞാൻ കെലോണിക്ക് കൊണ്ടുപോകാനായിട്ട് കാൽഗറിയിൽ നിന്ന് കുറച്ച് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഉണക്കമീനാണ് ഇപ്പോഴത്തെ പ്രശ്നം. വണ്ടിക്കകത്ത് ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല, അതിന്റെ മണം വെച്ചോ. നല്ല മണമുണ്ട്. നല്ല ഓ, ഇതിനകത്ത് ഭയങ്കര മണം കേട്ടോ. കാശി ഹായ്. ഹായ് ഷായ് കുട്ടി. ഹലോ, സൂപ്പർ അല്ലേ? ട്രക്കുമായി ബോയ്സ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എവിടെ പോണു കാശി? കെലോന പോവാണോ? അങ്ങനെ 9 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ യു-ഹോൾ ട്രക്ക് തരുൺ ചേട്ടൻ നവീൻ ബ്രോയും കൂടെയാണ് ഓടിച്ചത്. ജീപ്പ് ടിനയാണ് ഓടിച്ചത്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ബാൻഫ്, അവിടുന്ന് ലേക്ക് ലൂയിസിലൊന്ന് കയറാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഗോൾഡൻ, അങ്ങനെ പോകാനാണ്. ശരിക്കും ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ്. ഫുൾ മൗണ്ടൻസും ആ ബാൻഫിൻ്റെ ഒക്കെ ഭംഗിയും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ റൂട്ട് കാണാനായിട്ട്. അവിടെ വരെ കെലോണ എത്തുന്നിടം വരെയും ലൈക്ക് ഭയങ്കര ഭംഗിയായിരുന്നു. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? നിനക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ കലവില അതെ, സമയം പോണത് അറിയണേ ഇല്ല. ഞങ്ങളുടെ പുത്രനും പുത്രിയും നോക്കൂ, നല്ല ഉറക്കാണ്. ഇപ്പൊ ഇനി എത്ര മണിക്കൂറുണ്ടടാ? ശരിക്കും നമ്മൾ ഇത്ര ദൂരം വന്ന് അറിഞ്ഞേ ഇല്ലല്ലേ? പിന്നെ നിനക്ക് വിഷമമുണ്ടോ ചേട്ടാ ഞാൻ പോകുന്നതിൽ? നല്ല വിഷമമുണ്ട്. കരയണേ. എന്റെ തൊട്ടടുത്ത് എന്നെ എന്ത് സഹായത്തിനും വിളിച്ചാൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ എനിക്കും സെയിം തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ട് കാൽഗറിയിൽ വരുമ്പോ എനിക്കൊന്ന് കാൽഗറി വരുന്നതിന് മുമ്പ് തന്നെ ഫുൾ ഇവളായിരുന്നു. എനിക്ക് വലിയ വലിയ വോയിസ് നോട്ടുകൾ അയക്കായിരുന്നു. നീ അത് കൊണ്ടുവരണേ, നീ മിക്സി കൊണ്ടുവരണേ, നീ അതിങ്ങനെ ബാഗിനകത്ത് വെച്ചോണ്ടോളോ. ഉണക്കമീൻ ഒരു ഫാക്ടറാണ് എപ്പോഴും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം എല്ലാം എനിക്ക് ഒന്നും ഇങ്ങനെ ചിന്തിക്കാനോ അന്വേഷിക്കാനോ ആവശ്യമില്ല, എല്ലാം ഇവളുണ്ടായിരുന്നു. ഇതിപ്പോ ഈ കാൽഗറിയിലേക്ക് എങ്ങനെ വന്നോ അതേപോലെയാണ് നമ്മൾ ഇനി കെലോണയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല, ആരെ അറിയില്ല അവിടെ. അപ്പം നിന്നെ ഞാൻ മിസ് ചെയ്യും ടിന. നിന്റെ കറക്റ്റ് 4 മണിയാകുമ്പോ ഞാൻ വിളിക്കും. എനിക്ക് ഇവിടെ 4 മണി, നിനക്ക് 5 മണി. നീ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോ 1 മണിക്കൂർ ബാക്കിലേക്ക്. അങ്ങനെ ഞങ്ങൾ അടുത്തടുത്താണല്ലേ. വിളിക്കാൻ കുറച്ച് ലേറ്റ് ആയ, സ്നോ ഉള്ളപ്പോ ലേറ്റ് ആയ അപ്പൊ തന്നെ തരുണ വിളിക്കാം, പിക്ക് ചെയ്തിട്ടോ എന്ന് പറയാൻ. ആവശ്യം വന്നില്ലെങ്കിൽ എപ്പോഴും ആ ഒരു ഇതുണ്ടായിരുന്നു. സത്യമാണ്.
തരുൺ പരമേശ്വർ ആയിരുന്നു സായുന്റെ ലോക്കൽ ഗാർഡിനല്ലേ ഒരെണ്ണം. അയ്യോ ഇനി പുതിയ ഫേസ്. പക്ഷെ ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ, ഇപ്പൊ തന്നെ നമ്മൾ ഇത്ര എത്തിയില്ലേ. ഇനി 5 മണിക്കൂർ 4 മിനിറ്റ്. ഞങ്ങൾക്ക് ഇപ്പൊ എന്തായാലും നമ്മുടെ എല്ലാം ഇവിടെയാണ്, എല്ലാരും ഇവിടെയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും വരും. ഇവളുടെ വീട്ടിലെ ഒരു റൂം, ഇപ്പൊ എല്ലാ വീട്ടിലും ഓരോ റൂമുകൾ ഞങ്ങളുടെ പേരിലാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോ നിക്കാനായിട്ട്. നിങ്ങൾക്ക് എണ്ണീച്ച് ഉറങ്ങിയോ നന്നായിട്ട്? നല്ല ഉറങ്ങിയോ രണ്ടുപേരും? എവിടെ എത്തി നമ്മള്? വാൻഫർ കഴിഞ്ഞു, നമ്മൾ ലേക്ക് ലൂയിസ് എത്തി. ബിഗ് മൗണ്ട്. അയ്യോ അയ്യോ ഇത് നല്ല തെന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കണ്ണാടി എടുത്തില്ല. കണ്ണാടി നമ്മൾ എവിടെ എത്തി? ലേക്ക് ലൂയിസ്. ഫ്രോസൺ ആണ്. നമ്മളൊരു ഫ്രോസൺ ലേക്കിൽ കൂടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തരണ്ട. ഇതാണ് നമ്മുടെ ലേക്ക് ലൂയിസ്. ഇവിടെ ഫുൾ ഇത് പിന്നെ ഞങ്ങള് ഇത് നോക്കി. ഞങ്ങള് ഇവിടെ ഫുൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രോസൺ ലേക്കാണ്. പക്ഷെ ഇപ്പൊ ഇത് ശരിക്കും സമ്മറിൽ നല്ല ബ്ലൂ കളറിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇത്രയും വലിയ കാൽവഴുത് മന്താ ബേറിന്. ബേറിന് മന്താണോന്ന് കാല്? ടീന ബേറിന്റെ കാല് വലുതാ. ഈ ടീനനെ ഇതിനകത്ത് കണ്ടിട്ട് കാണാൻ പറ്റുന്നില്ല, വെളുപ്പ് മാത്രം കാണുന്നുള്ളൂ. എന്തൊരു ഭംഗി. പാറു ഒന്ന് അതിന്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്തതാണ്. എങ്ങനെയുണ്ട് പാറു? ഇപ്പൊ പോയേനെ. ഇപ്പൊ ലേക്കിന്റെ അടി പോയേനെ. ഇപ്പൊ നോക്കട്ടെ. കാശി കാശി നോ നോ നോ. കാശി നോ. ചാടല്ലേ പാറു? നേരെ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ അധികം ഡെപ്ത് ഇല്ല. അങ്ങനെ കുറച്ച് നേരം ലേക്ക് ലൂയിസിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി ലേക്ക് ഫുൾ ഫ്രോസൺ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട് അതിങ്ങനെ മെൽറ്റായി പോവാണ്. അപ്പോൾ എല്ലാവരും അതിനകത്തേക്ക് കാലിങ്ങനെ പൊതിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാൻഫിലേക്ക് വരുന്നവർ എന്തായാലും ലേക്ക് ലൂയിസ് മസ്റ്റ് വിസിറ്റ് ആണ്. അത് സമ്മറിലും വിൻ്ററിലും ശരിക്കും കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. ഗോൾഡൻ BC. ഓ എങ്ങനെയുണ്ട് യൂഹോൾ ഓടിച്ചിട്ട്? ഒരു പ്രശ്നമില്ല. ഞങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ബാടാ. ലേക്ക് ലൂയിസിൽ നിർത്തിയതിന് ശേഷം നമ്മൾ അടുത്ത് നിർത്തുന്ന BC ഗോൾഡനിലാണ്. അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് ടിംസ് ആണ്, ഗോൾഡനിൽ തന്നെയുള്ള ടിംസ് ആണ്. ഇവിടെ കയറിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവാണ്. പിള്ളേരുമായിട്ടുള്ള റൈഡ് സ്മോള്. കാശി ഇതെന്താ കഴിക്കണേ? അതെന്താ കൊള്ളാമോ? നമ്മള് ടിംസില് കഴിക്കാൻ ഇറങ്ങി അല്ലേ? ഈ പിള്ളേർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ നല്ല സുഖമായിരുന്നു. ഇപ്പൊ ഞങ്ങക്ക് രണ്ടാളുടെ കണ്ണിന്റെ അവിടെയൊക്കെ തലവേദന. മറ്റൊരു ബാക്കി വെച്ചേക്കാം.
You need to get It's horse. It's not horse, Kashi. Is it a goat? Yeah, it's a god. Hey! Sound. It's Kashi's turn. Okay. With Anu sound, I make a sound. Moo, da, 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 ba, moo. No, da, who's that? Ba. Achi, yeah, good dog. Idiote. Okay. ചിരിക്കുന്നേ അവലാഞ്ചിനെ കാണാൻ അവലാഞ്ച് ഇപ്പൊ സമയം എത്രയായി? എന്റെ ദേവി 3 മണി എല്ലാം 3 മണി. 1 മണിക്കൂറത്തേക്ക് ക്ലോസ്ഡ് ആണ് റോഡ്. ആ അടിപൊളി. നമ്മള് ഭയങ്കര സ്പീഡിലാണെന്നൊക്കെ പറഞ്ഞ് വന്നാണ് എല്ലാരും പോസ്റ്റ്. അങ്ങനെയാവുമ്പോ നമ്മൾ എത്തും എന്ത് പെട്ടെന്ന് എത്തിയത് പറഞ്ഞു നിർത്തിയില്ല. അതിനു മുമ്പ് എല്ലാരും പിക്നിക് ഇരിക്കുന്ന പോലെ എല്ലാരും ഇറങ്ങണേ. ആ അടിപൊളി. ഇപ്പൊ ചേട്ടന്മാർ ഇറങ്ങി വരും കേട്ടോ. ആ ഇനിയിപ്പോ രാത്രി രണ്ട് ചെക്കന്മാരോട് ഇതൊക്കെ ഇത് അസംബിൾ ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ പറയണ്ട. അപ്പൊ എല്ലാം മൊത്തം പറയാം. അപ്പൊ ഇനി റെസ്റ്റ് ആവുമല്ലോ എല്ലാവർക്കും 1 മണിക്കൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാം. ഇപ്പൊ ഇറങ്ങട്ടെ അവര്. വണ്ടി ഓഫ് ചെയ്തല്ലേ? അല്ല വണ്ടി ഓഫ് ചെയ്യണ്ട. നമ്മള് ദൈവമായിട്ട് നമുക്ക് റെസ്റ്റ് ആയിട്ട് ഞങ്ങള് വലിയ പറഞ്ഞോണ്ടിരിക്കായിരുന്നു നമ്മള് നേരത്തെ എത്തുമല്ലോ എന്നൊക്കെ. അപ്പോണ്ട് 1 മണിക്കൂർ റോഡ് ക്ലോസ്ഡ് ആണ്. അവലാഞ്ചിയെ കൺട്രോൾ. ഇതൊക്കെ എന്താണ് സാധനം? ദേവന് പോകാൻ പറ്റില്ല അങ്ങോട്ട്. അതെ കാട്ടിന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്ത് പറ്റി ബ്രോ? 4 മണി വരെ റോഡ് ക്ലോസ്ഡ്. ഞങ്ങള് പറഞ്ഞതേ ഉള്ളൂ നമ്മള് നേരത്തെ 5:30 എത്തുമല്ലോ എന്നൊക്കെ. നല്ല ആവശ്യം. എന്ത് ചെയ്യും 2 മണിക്കൂർ കിടന്നു? 2 മണിക്കൂറില്ല, 3 മണി ആയില്ലേ? 4 മണിക്ക് 4 എന്നാണ് പറഞ്ഞത്. ആ 3 എവിടെ 3 മണി 2 സമയം തെറ്റാ. ഓ അടാ ഇത് കാൽഗറി ടൈമിംഗ് ആണ്. കാൽക്കുലേറ്റ് ടൈമിംഗിന്റെ ഒന്നല്ല, നിങ്ങൾ മറ്റേ സമയം മാറ്റിയിട്ടില്ല. എന്റെ ആപ്പിളിൽ ഓട്ടോമാറ്റിക് വന്നതാ. തേരുടെ ഫോണാണ്. ഇല്ല 1 അവർ തേരുടെ തെറ്റാണ്. എന്റെ ശരിയാണോ? അത് ചേട്ടൻ ഇപ്പോഴും കാൽഗറി നിക്കുന്നതേ ഉള്ളൂ സമയം. അതാണ് അല്ലെന്ന് അല്ല ടിന, ഇത് കാൽഗറി ടൈം അത്ര നിന്റെ ഫോണില് 2:15. ആയിട്ടില്ല, അപ്ഡേറ്റ് ആയിട്ടില്ല. അതെ എന്റെ ആ ഫോണിലൊക്കെ 2:15. എന്റെ ഫോൺ ഓഫ് ആകാ. ആപ്പിള് 2:15. അപ്പൊ 2 മണിക്കൂറുണ്ടല്ലോ. എന്താ ചെയ്യാ? 1:45 മണിക്കൂർ. എന്റെ ഫോൺ ഓഫ് ആടാ. അവലാഞ്ച കൺട്രോൾ ആണോ? ആണോ? നട്ടുവച്ച പൊരി വെയിലത്ത് ഞങ്ങള് പറയണേ എവിടെ അവലാഞ്ചൊന്നും കാണാനില്ലല്ലോ. ചിലപ്പോ ഇനി കല്ലുകൾക്ക് അതിന്റെ കല്ലുകൾ കൊണ്ടുവന്നാലും അവലാഞ്ചി ചിലപ്പോ പ്രയോഗിക്കും. അങ്ങനെ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു പണി നമുക്ക് വഴിയിൽ നിന്ന് കിട്ടി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 2 മണിക്കൂർ എങ്ങനെയെങ്കിലും തള്ളി നീക്കണമായിരുന്നു. സോ സൈഡിലുള്ള ഒരു കാട്ടിൽ നമ്മൾ കയറിയിരുന്നു. അഴുക്കല്ലേ? അഴുക്കല്ലേ? 2 മണിക്കൂറിന് ശേഷം അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ വട്ടം ടീനയും നവീൻ ബ്രോയും ആ വണ്ടിയിൽ കയറി. ട്രക്കിൽ ഞങ്ങൾ 2 പേരും ജീപ്പിൽ, പിള്ളേർ 2 പേരും ഉറക്കമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു നമുക്ക് സൈഡിലുണ്ടായിരുന്നത്. എനിക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു റോഡ് ട്രിപ്പിന് പറ്റിയ ഒരു റൂട്ടാണിത്. എനിക്ക് തോന്നുന്നു ഇത് വാൻകൂവർ വരെയും ഇങ്ങനെ ആയിരിക്കും. നമുക്ക് വാൻകൂവർ വരെ പോകണ്ട, നമ്മൾ കെലോണ വരെ പോയാൽ മതി. പക്ഷേ കെലോണ വരെയും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ആൽബർട്ട ബാൻഫാ സൈഡിൽ കൂടുതലും എവർഗ്രീൻ ആണ്. ഈ ലൈറ്റ് ഗ്രീൻസ് അങ്ങനത്തെ വേറെ വേറെ കളേഴ്സൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് ശരിക്കും BCയിൽ കയറിയതിന് ശേഷമാണ്. നമ്മൾ ഫുൾ ഇപ്പം റോക്കി മൗണ്ടൻസ് ഒക്കെ മാറിയിട്ട് ഫുൾ കുഞ്ഞു കുഞ്ഞു വാലീസും അതേപോലെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ഗ്രീൻ പല പല കളറിലുള്ള മരങ്ങളും ഒക്കെയാണ്. ഞാനിങ്ങനെ തരുണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് നമുക്കിങ്ങനെ കാനഡ എന്ന് എനിക്കിങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പാലക്കാട് ബോർഡറൊക്കെ നമ്മൾ പോയില്ലേ, പാലക്കാട് അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ലൈക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ കുറേ വഴികൾ, അതായത് ഈ പച്ചപ്പ് ഫുൾ പാടങ്ങൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു ഏരിയയിൽ കണ്ടത്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഒന്നാമത് ഈ പ്രകൃതി രമണി പച്ചപ്പ് ഹരിതാപമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഒരു കണ്ണിന് ഭയങ്കര കുളിർമ തരുന്ന ഒരു വിഷ്വലാണ് കേട്ടോ ശരിക്കും. അങ്ങനെ ഞങ്ങൾ ഇനി 1 കിലോമീറ്ററിൽ ഞങ്ങളുടെ വീട്,
പുതിയ സ്ഥലം, പുതിയ വീട് എത്തുകയാണ്. എക്സൈറ്റഡ്. ഒരാളതെ ഇതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യം ചോദിച്ചു ഉറങ്ങണ്ട്. സായിക്കുട്ടി ഉണ്ട് ഇവിടെ. സായിക്കുട്ടിന്റെ അച്ഛനും അമ്മയും യു-ഹോളിലുണ്ട് അല്ലേ, ട്രക്കില്. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തും. ഇപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അൺലോഡ് ചെയ്യാനായിട്ടും സാധനങ്ങളൊക്കെ അസംബിൾ ചെയ്യാനായിട്ടും നമ്മൾ ഓൾറെഡി 2 ആൾക്കാരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ഓൾറെഡി എത്തി. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തും. ഇത് ശരിക്കും കെലോണയിലുള്ള ഡിൽവർത്ത് മൗണ്ടൻസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ശരിക്കും ഒരു മൗണ്ടൻ്റെ മേലെ തന്നെയാണ് ഈ ഒരു വീട്. അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല രസമാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ വീടെത്തി. അപ്പം ഇനിതാ എല്ലാ സാധനങ്ങളും നമ്മൾ അൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അൺപാക്കിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു മൗണ്ടൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഭയങ്കര രസമുള്ള വ്യൂ ആണ്. കെലോണിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ വെതർ ഭയങ്കര നല്ലതാണ്. നമുക്ക് ഏകദേശം ഒരു ഇന്ത്യൻ വെതർ പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ താങ്ക്ഫുൾ ആയിട്ടുള്ളത് ഇവരോട് 2 പേരോടുമാണ്. തരുൺ ചേട്ടൻ യു-ഹോളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് നവീൻ ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നവീൻ ബ്രോ പറഞ്ഞു, എടാ നമ്മൾ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് കാൽഗറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പം ആ ഒരു സ്ഥലം വിട്ട് വരുന്നതിൻ്റെ വലിയ മിസ്സിങ് ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ട്രിപ്പ് പോകുന്ന എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ യാത്രയൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇവരുള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെയുള്ള 2 ദിവസം നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. ശരിക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ അവരിപ്പോൾ പോവാണ് തിരിച്ച് കാൽഗറിക്ക്. ഇനിയിപ്പം ഒന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഇവരെന്തായാലും ഇങ്ങോട്ട് വരും. കുറേ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.